പത്തനംതിട്ട CPM ഓഫീസിലെ കയ്യാങ്കളിയിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകും. വാർത്താ സമ്മേളനത്തിനു ശേഷവും നേതാക്കൾക്കിടയിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം അന്വേഷണ കമ്മീഷനെ വയ്ക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ തമ്മിലാണ് ഈ ഒരു കയ്യാങ്കളി ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്ന് നേരത്തെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തൊരു ഘട്ടത്തിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ സാധ്യതയില്ലെങ്കിലും ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് CPM നേതൃത്വം ആലോചിക്കുന്നത്? ലിബീഷ, കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൂടിയ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുതിർന്ന നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. തർക്കങ്ങൾ ഉണ്ടാകുകയും ആ തർക്കങ്ങൾക്കൊടുവിൽ അത് കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഇന്നലെ CPIM ജില്ലാ സെക്രട്ടറി വിളിച്ച യോഗത്തിൽ മുതിർന്ന നേതാക്കളെ അടക്കം, ഈ കയ്യാങ്കളിയിൽ ഉൾപ്പെട്ട നേതാക്കളെ അടക്കം കൊണ്ടിരുത്തി ഈ വാർത്ത മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും ആ നിലയിൽ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നും ഒക്കെ വിവരിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനവും നടത്തിയിരുന്നു. ഈ സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ, കയ്യാങ്കളി നടന്ന സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ മന്ത്രി VN വാസവൻ അടക്കം പങ്കെടുത്ത മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിന്റെ ഈ കയ്യാങ്കളി അടക്കമുള്ള വിവരങ്ങൾ VN വാസവൻ സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ CPM ജില്ലാ കമ്മിറ്റി ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ്, മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കും എന്ന നിലയിലുള്ള പത്രസമ്മേളനമായിരുന്നു ഇന്നലെ നടത്തിയത്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കയ്യാങ്കളി തുടർന്നുള്ള നേതാക്കൾക്കിടയിലുള്ള ഈ ഭിന്നത വീണ്ടും രൂക്ഷമായിരിക്കുന്നു എന്ന് തന്നെയാണ്. വാർത്താ സമ്മേളനത്തിന് ശേഷവും നേതാക്കൾക്കിടയിൽ ഈ ഭിന്നത തുടരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കയ്യാങ്കളിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെക്കുമെന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും പാർട്ടി നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്കെതിരെ ഒരു ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും ഈ ഇലക്ഷന് ശേഷം മാത്രമായിരിക്കും ഇതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും നടപടിക്രമങ്ങളിലേക്കും ഒക്കെ പോകാൻ ഉള്ള സാധ്യത. ശരി സന്തോഷ്. പത്തനംതിട്ടയിൽ CPM തലവേദനയായി മുതിർന്ന നേതാക്കൾക്കിടയിലെ കയ്യാങ്കളി. വിവരങ്ങളാണ് സന്തോഷ് പത്തനംതിട്ടയിൽ നിന്നും നൽകിയത്.